നമസ്കാരം. ഇന്നെൻ്റെ യാത്ര കൗതുകങ്ങൾ നിറഞ്ഞൊരു ലോകത്തേക്കാണ്. നിങ്ങൾ 56 വയസ്സ് കഴിഞ്ഞവരാണോ? എങ്കിൽ ഈ യാത്രയിൽ എൻ്റെ ഒപ്പം കൂടിക്കോളൂ. ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ജീവിതം. ഒരുപാട് ഓടിത്തളർന്നവരല്ലേ നിങ്ങൾ? വരൂ, നമുക്കൊരുമിച്ച് ആ കാഴ്ചകൾ കാണാം. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള അങ്കമാലി മുനിസിപ്പാലിറ്റിയിലുള്ള പീച്ചാനിക്കാട് ഗ്രാമത്തിലെ മിഷണറീസ് ഓഫ് സെയിൻറ്റ് ഫ്രാൻസിസ് ഡി സെയിൽസ് എന്ന വൈദികരുടെ നേതൃത്വത്തിൽ പ്രകൃതി രമണീയമായ 3.5 ഏക്കർ സ്ഥലത്ത് എല്ലാ അത്യാധുനിക ആഡംബര സൗകര്യങ്ങളോടും കൂടി അണിയിച്ചൊരുക്കിയിരിക്കുന്ന പാർപ്പിട സമുച്ചയത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇവിടെ 36 എക്സിക്യൂട്ടീവ് സ്യൂട്ട് റൂംസാണ് ഈ സന്യാസി സമൂഹം നമുക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഗ്രാമീണ ഭംഗിയിൽ തുടുത്തു നിൽക്കുന്ന ആ പടുകൂറ്റൻ ഇരുനില കെട്ടിടത്തിൻ്റെ മുൻപിൽ വാഹനം പാർക്ക് ചെയ്ത് തണുത്ത കാറ്റിൻ്റെ അകമ്പടിയോടുകൂടി SFS ഭവൻ എന്ന റിട്ടയർമെൻറ്റ് ഹോമിൻ്റെ പടവുകൾ ഞാൻ ചവിട്ടി കയറി. ആ വലിയ കെട്ടിടത്തിൻ്റെ ചുമരിലുള്ള ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നിമിഷം തലകുനിച്ചു നിന്ന് ഞാൻ അകത്തോട്ട് പ്രവേശിച്ചു. ഒരു ചെറുപുഞ്ചിരിയോടെ റിസപ്ഷനിസ്റ്റ് എന്നെ അകത്തോട്ട് സ്വാഗതം ചെയ്തു. അതിനടുത്ത റൂമിൽ SFS റിട്ടയർ ഹോമിൻ്റെ എല്ലാമായ സുപ്പീരിയർ ഫാദർ തോമസ് ഓലിക്കിലച്ചൻ. നമുക്ക് അദ്ദേഹത്തിൻ്റെ മധുരശബ്ദം ഒന്ന് കേൾക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. മക്കൾ വിദേശത്തായതുകൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അച്ഛനമ്മമാർ കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നാം ജീവിക്കുന്നത്. ഇവർക്ക് സുരക്ഷിതമായ, സന്തോഷകരമായ, സംതൃപ്തികരമായ ഒരു ജീവിതം നയിക്കുന്നതിന് ആവശ്യകരമായ സൗകര്യങ്ങളോട് കൂടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനം ഒരുക്കിയിട്ടുള്ളത്. ഏവർക്കും ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതം. ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകൾ ആ കെട്ടിട സമുച്ചയത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും ചിതറി വീണു. ഒരു 5 സ്റ്റാർ ഹോട്ടലിനെ വെല്ലുന്ന രീതിയിൽ മനോഹരമായി അലങ്കരിച്ച കസ്റ്റമർ ലോഞ്ച്, അതിനടുത്ത് ലൈബ്രറിയുടെ ഒരു ചെറിയ ശേഖരം, തൊട്ടടുത്തായി മുകളിലോട്ടും താഴോട്ടും പോകാനുള്ള വലിയ ഒരു ലിഫ്റ്റ്, അതിനടുത്ത് വളരെ വീതിയുള്ള ഒരു സ്റ്റെയർ കേസ്, അതിനടുത്ത് തന്നെ വീൽ ചെയർ വളരെ വിശാലമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വലിയ റാമ്പ്, ചുമരിൽ ഒരു CCTV ക്യാമറ, അതിനടുത്തായി ആ വലിയ കെട്ടിട സമുച്ചയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും കോർത്തിണക്കുന്ന ഒരു CCTV മോണിറ്റർ, അതിനടുത്തായി ഓരോ എക്സിക്യൂട്ടീവ് റൂമിൽ നിന്ന് വിളിക്കാവുന്ന ഇൻറ്റേർണൽ എമർജൻസി അലാം സിസ്റ്റം. എൻ്റെ പല യാത്രകളിലും യൂറോപ്പിലെ ഹോട്ടൽ സമുച്ചയങ്ങളിൽ ഇത്രയും സൗകര്യങ്ങളുള്ളതായി എനിക്കറിയാം. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്ത് പീച്ചാനിക്കാട് എന്ന ഗ്രാമത്തിൽ ഇത്രയും ആധുനിക സൗകര്യങ്ങളോ എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. വൃത്തിയും വെടിപ്പും നല്ല വീതിയുമുള്ള വിരിഞ്ഞ വരാന്ത, അതിൽ ഗ്രേ കളറിലുള്ള ഗ്രാനൈറ്റ് സ്ലാബ് പാകിയിരിക്കുന്നു. ഒരുപക്ഷെ എൻ്റെ പ്രായക്കൂടുതൽ കൊണ്ടാകാം, ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ എനിക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ വലിയ പാർപ്പിട സമുച്ചയത്തിൻ്റെ ഉള്ളിൽ പച്ച പരവതാനി പിരിച്ച പോലെയുള്ള ഗ്രാസ് ലോൺ, ഇതിനടുത്ത് വളരെ ഭംഗിയായി അലങ്കരിച്ച ഒരു ചാപ്പലുമുണ്ട്. അവിടെ ദിവസേന വിശുദ്ധ കുർബാനയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് ഇവിടുത്തെ സ്യൂട്ട് റൂംസിലെ മനോഹരമായ കാഴ്ചകളൊന്ന് കാണാം. 37,000 സ്ക്വയർ ഫീറ്റിൽ അലങ്കരിച്ചിരിക്കുന്ന ഈ പാർപ്പിട സമുച്ചയത്തിൽ 400 സ്ക്വയർ ഫീറ്റ്, 500 സ്ക്വയർ ഫീറ്റ്, 860 സ്ക്വയർ ഫീറ്റ് എന്നീ തരത്തിലുള്ള പാർപ്പിടങ്ങളുണ്ട്. കണ്ണ് ചിമ്മിപ്പോകുന്ന കാഴ്ചകൾ. മനോഹരമായി അലങ്കരിച്ച എയർ കണ്ടീഷൻഡ് സിറ്റിംഗ് റൂം, അതിനടുത്ത് തന്നെ വലിയ ഒരു ബാൽക്കണി, തറയിൽ വൈറ്റ് കളറിൽ ഗ്രേ ഷെയ്ഡുള്ള വെർട്ടിഫൈഡ് ടൈൽസ്, തൊട്ടടുത്ത മുറിയിൽ ഡൈനിങ് സൗകര്യത്തോടു കൂടിയ ഒരു ടേബിളും 4 ചെയേഴ്സും, വിശാലമായ എയർ കണ്ടീഷൻഡ് ബെഡ്റൂം, അതിനടുത്തായി ഒരു ഡ്രസ്സിംഗ് റൂം, ചുമരിൽ നിറയെ അലമാരകൾ, അതിനടുത്തായി വലിയ ഒരു മിറർ. ബെഡ്റൂമിനരികിലായി ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു വാഷ്റൂം, അതിൽ ഒരു വാഷ് ബേസിൻ, ഒരു യൂറോപ്യൻ ക്ലോസറ്റ്, കുളിക്കുമ്പോൾ സെപ്പറേഷൻ ആകാനായി ഒരു ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻ ചെയ്ത വിശാലമായ ഒരു ബാത്തിങ് ഏരിയ, ചുമരിൽ നിറയെ അലമാരകൾ, ഡ്രസ് ഹാങ് ചെയ്യാനുള്ള സ്റ്റീൽ റോഡുകൾ, പേഴ്സണൽ ആർട്ടിക്കിൾസ് ലോക്ക് ചെയ്യാനുള്ള ചെറിയ ഷെൽഫുകൾ, ഡൈനിങ് റൂമിനടുത്ത് വീണ്ടും ഒരു വാഷ് ഏരിയ,
അതിനടിയിലും ഷെൽഫുകളുണ്ട്. പുറത്തെ കാഴ്ചകൾ കൃത്യമായി കാണാവുന്ന വിശാലമായ ഒരു ബാൽക്കണി. പതിയെ ആ സ്യൂട്ട് റൂമിൽ നിന്നും ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അടുത്ത പാർപ്പിടം കാണാനുള്ള തിരക്കായിരുന്നു എനിക്ക്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, പലതരത്തിലുള്ള പാർപ്പിടങ്ങളാണ് ഈ വലിയ കെട്ടിട സമുച്ചയത്തിനുള്ളിലുള്ളത്. അതുകൊണ്ട് ഒരു 3-4 ഡിസൈൻ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലും ഫർണിഷിങ്ങിൻ്റെ കാര്യത്തിലും യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ഈ മിഷണറീസ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്രയും മനോഹരമായ രീതിയിലാണ് ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും ഈ മിഷണറീസ് ചെയ്തിരിക്കുന്നത്. 36 സ്യൂട്ട് റൂംസാണ് ഈ പാർപ്പിട സമുച്ചയത്തിനുള്ളിലുള്ളത്. അതിൽ പലതും ബുക്കിംഗ് ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓരോ സ്യൂട്ട് റൂംസും അതിൻ്റെ കൺസ്ട്രക്ഷൻ രീതികൾ കൊണ്ടും അതിലെ അലമാരകൾ കൊണ്ടും അതിലെ ഫർണിഷിംഗ് രീതികൾ കൊണ്ടും ഐഡൻറ്റിക്കലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ യൂറോപ്യൻ മോഡലിലുള്ള കെട്ടിട സമുച്ചയത്തിൻ്റെ മുഴുവൻ മേൽനോട്ടവും മിഷണറീസ് ഓഫ് സെയിൻറ്റ് ഫ്രാൻസിസ് ഡി സെയിൽസ് എന്ന വൈദികരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇത്രയും ആർഭാടത്തിലുള്ളൊരു ജീവിതം, അതും റിട്ടയർമെൻ്റ് കാലത്ത് ജീവിക്കാൻ സാധിക്കുക, അതിനുള്ള ജീവിത സൗകര്യം വൈദികർ ഒരുക്കി തരിക, അത്ഭുതം തന്നെ. ഇവിടെയുള്ള സൗകര്യങ്ങളുടെ പട്ടിക താഴെ പറയും പ്രകാരമാണ്: കോമൺ ഡൈനിങ് വിത്ത് ഡിലീഷ്യസ് ഫുഡ്, ക്ലബ് ഹൗസ്, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഇൻഡോർ ഗെയിംസ്, ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, പ്ലേ ഏരിയ ഫോർ ഔട്ട്ഡോർ ഗെയിംസ്, യോഗ ആൻഡ് ജിംനേഷ്യം, ഗാർഡൻസ് ആൻഡ് വാക്ക്വേസ്, prayer and meditation room, laundry service, nursing station, doctor on call, recovery room service, housekeeping, travel assistance on request, gardening and farming, 24 hours security, outstation picnic, social gathering. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വെറും 10 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഈ വലിയ പാർപ്പിട സമുച്ചയത്തിൻ്റെ വളരെ അരികിലായി അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ് അങ്കമാലി, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി, അപ്പോളോ ഹോസ്പിറ്റൽ കറുകുറ്റി എന്നിവയുമുണ്ട്. ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഫെസിലിറ്റീസ് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അറിയാതെ വന്ന ഒരു കുസൃതി ചോദ്യമുണ്ട്. ഇത്രയും സൗകര്യങ്ങൾ സ്വന്തമായി ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ എത്ര ലക്ഷം രൂപ ചിലവ് വരും? വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങണം, പിന്നീട് അതിൽ വലിയൊരു വീട് പണിയണം, അത് ഭംഗിയായി ഫർണിഷ് ചെയ്യണം, ക്ലീനിങ്ങിന് ആൾക്കാരെ വയ്ക്കണം, സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് വേണം, ഇനി കുക്കിങ്ങിനായി സാധനങ്ങൾ വാങ്ങണം, നമ്മുടെ സഹായത്തിനായി ഒരാളെ വേറെ നിർത്തണം, ഗ്യാസ് സിലിണ്ടർ വേണം, എന്തെല്ലാം കാര്യങ്ങൾ വേണം വയസ്സുകാലത്ത് നമ്മളൊന്ന് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ. ഇതെല്ലാം ചെയ്താലും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ പോകാൻ ആര് സഹായിക്കും? എൻ്റെ അമ്മച്ചി പടിഞ്ഞാറൻ നാട്ടുകാരിയായിരുന്നു. അമ്മച്ചി വയസ്സായപ്പോൾ പറയുന്ന ഒരു പഴമൊഴി ഉണ്ടായിരുന്നു: ചെട്ടിക്കപ്പലിന് ദൈവം തുണ. പണ്ട് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് ദിശ നോക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. നടുക്കടലിൽ നിന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. മക്കൾ ജോലിക്കും പഠനാവശ്യങ്ങൾക്കുമായി കേരളത്തിന് പുറത്ത്, പ്രായമായവർ വീട്ടിലൊറ്റയ്ക്ക്, ഒരത്യാവശ്യം വന്നാൽ ആര് സഹായിക്കും? ഇവിടുത്തെ പാർപ്പിടങ്ങൾക്ക് സെക്യൂരിറ്റി തുകയായി സ്ക്വയർ ഫീറ്റിൻ്റെ ക്രമമനുസരിച്ച് 20 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെയാണ് കൊടുക്കേണ്ടത്. ഈ തുകയുടെ 20% കുറച്ച ശേഷമായിരിക്കും നമ്മൾ സ്വയം പിരിഞ്ഞു പോവുകയോ നമ്മുടെ കാലശേഷമോ അവകാശികൾക്ക് കിട്ടുന്നത്. ഇതിനു പുറമെ പ്രതിമാസ ചിലവിനായി ഇവിടെ താമസിക്കുന്ന ഒരാൾക്ക് 20,000 രൂപ വെച്ച് ഇവിടെ കൊടുക്കേണ്ടതാണ്. ഇതിൽ ഭക്ഷണം, ഹൗസ് കീപ്പിംഗ്, വാഷിംഗ്, മുറിയിലെ ഇൻ്റർനെറ്റ് സൗകര്യം, ആരോഗ്യ പരിശോധന, നഴ്സിംഗ് പരിചരണ എന്നിവ ഉൾപ്പെടുന്നതാണ്. ഇതിനു പുറമെ 5 ലക്ഷം രൂപ എമർജൻസി ട്രീറ്റ്മെൻറ്റിനായി ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതാണ്. അസുഖങ്ങളൊന്നും വന്നില്ല എങ്കിൽ ഈ പണം മുഴുവനായും തിരിച്ചു കിട്ടുന്നതാണ്. ഇവിടെ താമസിക്കുന്നവരുടെ റിലേറ്റീവ്സിന് 1-2 ദിവസം പെയ്ഡായി ഇവിടെ താമസിക്കാനുള്ള സൗകര്യവുമുണ്ട്. റൂമിന് പുറത്തുള്ള പുൽത്തകടിയിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ ഗോൾഫ് ക്ലബിൻ്റെ പ്രതീതിയാണ് ഉണ്ടാകുന്നത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു നഴ്സിംഗ് റൂം, വിശാലമായ വരാന്തയിൽ 1-2 പ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സസൈസിൻ്റെ ആവശ്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇതാണ് കോമൺ ഡൈനിങ് ഹാൾ. ഇത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള സൗകര്യങ്ങൾ
ഇത്രയും ചീപ്പായിട്ട് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും കിട്ടുമോ എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ താമസിക്കുന്നവർക്ക് ഈ പാർപ്പിടത്തിന് ചുറ്റുമുള്ള 3.5 ഏക്കർ സ്ഥലം കൃഷി ചെയ്യാനോ ഗാർഡനിങ്ങിനോ അനുവാദത്തോടു കൂടി ഉപയോഗിക്കാവുന്നതാണ്. ഡൈനിങ് ഹാളിനടുത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വലിയ കിച്ചൺ. അവിടെ ചപ്പാത്തി മേക്കർ, അപ്പം മേക്കർ, ഡിഷ് വാഷർ, പ്ലേറ്റ് സ്റ്റാൻഡുകൾ, ആകെ സുന്ദരമായൊരു കിച്ചൺ. എല്ലാവിധ ലേറ്റസ്റ്റ് ഫെസിലിറ്റീസും കൊണ്ട് ഒരു വലിയ കിച്ചൺ. അതിനടുത്തായി ഒരു ഹെൽത്ത് ക്ലബ്ബ്. അതിനടുത്തായി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു റെക്രിയേഷൻ ക്ലബ്ബ്. പാർപ്പിടത്തിന് പുറത്ത് വലിയൊരു വാക്ക്വേ, ലീഷർ ടൈമിന് നമുക്ക് നടന്ന് ഉല്ലസിക്കാനുള്ളൊരു വലിയ സ്ഥലം. ഇതിനടുത്തായി ഒരു ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ട്. ഇവിടെ ഇലക്ട്രിസിറ്റി സൗകര്യത്തിനായി നോർമൽ ഇലക്ട്രിക് സൗകര്യം, സോളാർ പാനൽ, ജനറേറ്റർ സൗകര്യവുമുണ്ട്. SFS ഭവനിലെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ സ്യൂട്ട് റൂമിൽ താമസിച്ച പ്രതീതിയാണുള്ളത്. നിങ്ങൾക്കും നേരിട്ട് വന്ന് SFS ഭവനിലെ കാഴ്ചകൾ കാണാം. സ്നേഹത്തോടെ ആ സൗന്ദര്യം ആസ്വദിക്കാം. താങ്ക് യു വെരി മച്ച്.